بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്ത് മറിയം 56 മുതൽ 58 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വദ്കൂർ, ഈ പദം മുമ്പ് വന്നിട്ടുള്ളതാണ്. വദ്കൂർ, വാവ് ചുണ്ടുകളിൽ നിന്ന് ഉച്ചരിക്കണം. ചുണ്ടുകൾ വൃത്താകൃതിയിലായി ഇടക്ക് ചെറിയ വിടവോടുകൂടിയാണ് വാവിൻ്റെ ഉച്ചാരണം ഉണ്ടാവുക. ദാല് കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർത്ത് ദാൽ ഉച്ചരിക്കണം. വദ്കൂർ ഫിൽ കിതാബ്, വദ്കൂർ റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ഫിൽ കിതാബി, ഫിൽ കിതാബി ഇദ്രീസ്, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. വദ്കൂർ ഫിൽ കിതാബി ഇദ്രീസ്, ഇദ്രീസ്. ഇന്നഹു, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഹ ദമീറിന് മദ്ദുസിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, സ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട് നൽകുക. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം, ഖാഫിൻ്റെ തൻവീനിന് ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം കാമിൽ ബിഗുന്ന. സിദ്ദീഖൻ നബിയ്യ വറഫഅനാഹു, റാഇന് തഫ്ഖീം കൊടുക്കുക, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. വറഫഅനാഹു, ഐൻ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. വറഫഅനാഹു മകാനൻ അലിയ്യ, മകാനൻ, നൻ തൻവീനിൻ്റെ നൂനിൻ്റെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. മകാനൻ അലിയ്യ. ഉലൈക, ഈ പദത്തിൽ വന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഉലൈക അല്ലദീന അൻഅമ, നേരത്തെ മക്കാനൻ അലിയ എന്ന് പറഞ്ഞ അതേ വിധി തന്നെ ഇവിടെയും. അൻഅമ, നൂൻ സക്കിനത്ത നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അലൈഹിം മിനൻ നബിയ്യീൻ. അലൈഹിം, ഇതിൽ സാക്കിനത്തായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി എന്ന് പേര് പറയാം. അലൈഹിം മിനൻ നബിയ്യീൻ, അന്നബിയ്യീൻ, ഷദ്ദുള്ള നൂനിനെ മണിക്കുക 2 ഹറക്കത്തിൻ്റെ അളവിൽ. മിനൻ നബിയ്യീന മിൻ ദുർരിയ്യ, മിൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിക്കണം. മിൻ ദുർരിയ്യതി ആദം, മിൻ ദുർരിയ്യതി ആദം വമിമ്മൻ ഹമൽന, അതിൽ വന്ന മീം മുശദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട മീമിന് 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വമിമ്മൻ എന്നതിലെ അന്ത്യത്തിലെ സാക്കിനത്തായ നൂൻ ശേഷം ഹ വന്നതിനാൽ ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കണം. വമിമ്മൻ ഹമൽനാ മഅ നൂഹ്,
ഹമൽന ലാമു സാക്കിന ഇൽഹാർ ചെയ്ത് വ്യക്തമാക്കുക. ഹമന്ന എന്ന് അവ്യക്തമായി പോകരുത്. ഹമൽന മഅ നൂഹിൻ വമിൻ നൂഹിൻ തൻവീനിന് ശേഷം വാവ് വന്നതുകൊണ്ട് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ഗാംബിഗുന്ന നാഖിസ്. മഅ നൂഹിൻ വമിൻ ദുർരിയ്യ വീണ്ടും വമിൻ ദുർരിയ്യ സാക്കിനത്ത നൂൻ ശേഷം ദാൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. വമിൻ ദുർരിയ്യതി ഇബ്രാഹീം ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. റാഇനും അലിഫിനും തഫ്ഖീം. ഇബ്രാഹീമ വ ഇസ്രാഈൽ ഇസ്റാ വ ഇസ്റാ സീനിന് സഫീർ എന്ന സിഫത്തുണ്ട്. ഇസ് എന്ന് പറയുമ്പോഴുള്ള ശബ്ദമാണ് സഫീർ. റാഇനും അലിഫിനും തഫ്ഖീം. അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ് നിർബന്ധമായും. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. വ ഇസ്രാഈല വ മിമ്മൻ ഹദൈന വ മിമ്മൻ മീം മുഷദ്ദദയെ മണിക്കണം. ഷദ്ദുള്ള മീമിനെ അന്ത്യത്തിലെ സാക്കിനത്തായ നൂനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ശേഷം ഹാ വന്നിട്ടുണ്ട്. വമിമ്മൻ ഹദൈന വജ്തബൈന ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. ഇദാ തുത്ല അലൈഹിം തുത്ല താഇന് ഹംസ് ഷിദ്ദ എന്നീ സിഫത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു സിഫാത്തുകളുമുണ്ട്. ഇവിടെ സാക്കിനത്താത്ത തുത്ല എന്ന് വ്യക്തമാക്കി പറയുക. എന്നാൽ ഖൽഖല വരരുത്. തൂത്ത് എന്ന് ശബ്ദത്തിന് ചലനമുണ്ടാവരുത്. ഇദാ തുത്ല അലൈഹിം ആയാതു സാക്കിനത്ത മീം ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. അലൈഹിം ആയാതുർ റഹ്മാൻ അർ-റഹ്മാൻ ശേഷം ഖറു ഇവിടെയൊക്കെ ഷദ്ദുള്ള റാ ഉണ്ട്. തക്രീറിനെ സൂക്ഷിച്ചുകൊണ്ട് റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഇൻഹിറാഫ് എന്ന സിഫത്തൊക്കെ റാഇനുള്ളതാണ്. അർ-റഹ്മാൻ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കൂ. ആയാതുർ റഹ്മാനി ഖറു തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ഖറു റാഇന് തഫ്ഖീം നാം സൂചിപ്പിച്ചു. മുശദ്ദദത്തായ റാ തക്രീർ കൂടുതൽ വരാതെ സൂക്ഷിക്കണം. ഖറു സുജ്ജദൻ വബുകിയ സുജ്ജദൻ ദാലിൻ്റെ തൻവീൻ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ് സുജ്ജദൻ വബുകിയ ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم
ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا